നമുക്ക് ചുറ്റും കാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും എന്തുണ്ട്? കാടുണ്ട്. തീർച്ചയായും. അപ്പം നമ്മുടെയൊക്കെ മനസ്സിനെ വേണമെങ്കിൽ സിംഹം ഉറങ്ങുന്ന കാടെന്ന് വിശേഷിപ്പിക്കാം. ഉള്ളിലും പുറത്തുമുള്ള കാട് വെട്ടിത്തെളിച്ച് വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. ചുറ്റുമുള്ള നമ്മുടെ ചുറ്റും കാണുന്ന കാട്ടിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ നിശബ്ദരാക്കി കളയുന്ന നമ്മുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ ഒന്നുമല്ലാതെ കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള കാട്ടിലുണ്ടാവാം. നമ്മളെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുപാട് മനുഷ്യരും അവിടെ ഉണ്ടാവാം. ഒരു ഭാഗത്ത് അവസരങ്ങളുടെ ബാഹുല്യമാണ്, മറുഭാഗത്ത് അവസരങ്ങളുടെ ദൗർലഭ്യവും. ഒരിടത്ത് ആശയത്തിൻ്റെ കുഴപ്പം, മറുവശത്ത് ആശയങ്ങളുടെ നീണ്ട നിര. ഞാൻ അങ്ങനെ ചെയ്താൽ അവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അവർ എന്ത് വിചാരിക്കും, നാണക്കേടല്ലേ ഇതൊക്കെ, ഇതെനിക്ക് പറ്റിയതാണോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഇങ്ങനെ നമ്മളെ പുറമേയുള്ള കാട്, അതിൻ്റെ വന്യതയിൽ നമ്മളൊന്നും ഭയപ്പെട്ട് ചെയ്യാതിരിക്കുന്നിടത്ത് എന്താണ്, ഒരു സേഫ് സോണിൽ നമ്മൾ സുഖകരമായിട്ട് നമ്മൾ ഉള്ളിലിരുന്ന് പോകണം. പക്ഷെ ഉള്ളിലുള്ള കാട് കുറച്ചുകൂടി കട്ടിയുള്ളതാണ്, അതിൻ്റെ വന്യതയും കുറച്ച് കാഠിന്യമേറിയതാണ്. സ്വയം വിശ്വാസമില്ലായ്മയുടെ, അമിതാവേശത്തിൻ്റെ, നാണത്തിൻ്റെ, പേടിയുടെ, ഭയത്തിൻ്റെ, അലസതയുടെ, ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ, ഒന്നിലും ഉറയ്ക്കാൻ കഴിയാത്തതിൻ്റെ, അല്ലെങ്കിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതിൻ്റെ കാട്. അവിടെയും നമുക്ക് നമ്മുടെ വഴിവെട്ടേണ്ടത് നമ്മൾ തന്നെയാണല്ലോ എന്ന ബോധത്തോടു കൂടി സ്വയം വഴി തെളിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ കാത്തു നിൽക്കുന്നത്? വഴി തെളിക്കാൻ എന്ത് ആയുധത്തിനാണ് നിങ്ങൾ നോക്കുന്നത്? വഴി തെളിക്കാൻ നമ്മൾ എന്ത് ആയുധത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? വഴിയും ആയുധവും നമ്മൾ തന്നെയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സിംഹത്തെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രധാനം. സ്വയം അറിവ്, നമ്മുടെ ആത്മവിശ്വാസം, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ. ചുറ്റുമുള്ള അവസരങ്ങളെ, നമ്മുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വഴി വെട്ടേണ്ടതും അതിനുള്ള ആയുധം കണ്ടെത്തേണ്ടതും നമ്മൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ആയുധം ഉണ്ട്. നിങ്ങൾ വെറും ഒരു പുലി മാത്രമല്ല, നിങ്ങളൊരു സിംഹമാണ്. വേണമെങ്കിൽ ഒന്ന് ഗർജിച്ചോളൂ, നമുക്ക് ഒരുമിച്ച് ഗർജിക്കാം.